ഈ ഭാഗത്തേക്ക് ഇതുവരെയും ആരും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു ചേട്ടാ ഇവിടെ ഈ വോട്ട് ചോദിച്ചിട്ട് ആരെങ്കിലും വന്നായിരുന്നോ? വന്നില്ല, ഇനി വരാൻ വേണ്ടി നോക്കിയിരിക്കുക. ആര് വോട്ട് ചോദിച്ച് വരുന്നോ അവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വോട്ട് ചോദിച്ച ആരെങ്കിലും ഇവിടെ വരട്ടെ, വന്നിട്ടേ ചോദിക്കത്തുള്ളൂ. ചേട്ടനൊരു പാർട്ടിയിൽ ഒരു പ്രവർത്തകനായിരിക്കുമല്ലോ, എന്തെങ്കിലും ചോദിച്ചിട്ട്? അതായത് DYFI പ്രവർത്തകനായിരുന്നു. ഇപ്പം ഞാൻ അതിനു വേണ്ടി ഇറങ്ങാറില്ല. മുമ്പ് ഞാൻ അതിന് വേണ്ടിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. DYFI പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഏരിയ സെക്രട്ടറിയുടെ കൂടെയൊക്കെ നമ്മൾ ഷൈനു എന്ന് പറഞ്ഞ വ്യക്തിയുടെ. ഇപ്പം എന്തുകൊണ്ടാണ് പോകാത്തത്? ഇപ്പോൾ പോകാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ട് നമുക്കൊരു ഗുണവുമില്ല. മത്സ്യത്തൊഴിലാളികൾ ഈ തീരദേശ വാസികളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അവരെ കൊണ്ട് നമുക്കൊരു ആനുകൂല്യം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഒരു പാർട്ടി നമ്മൾ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ കൊണ്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം. അല്ല പിന്നെ നമ്മൾ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. NK പ്രേമേന്ദ്രൻ MP അല്ലെങ്കിൽ മുകേഷ് MLA ഇവിടെ വോട്ട് ചോദിക്കാൻ വരികയോ അല്ലെങ്കിൽ മണ്ഡലം ബൂത്ത് കമ്മിറ്റി അങ്ങനെ എന്തെങ്കിലും ഇടപെടുകയും ചെയ്തു? മുകേഷ് MLA വന്നിട്ടുമില്ല. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ MLA ആയിരുന്ന, അതായത് ഇനി ഇലക്ഷൻ വരുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന നൗഷാദ് MLA ആണ് നമ്മളെ ഈ ഒരു മണ്ഡലത്തിൻ്റെ MLA. പുള്ളിക്കാരെ അന്ന് ഈ വീടൊക്കെ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഫിഷറീസിലൊരു കമ്മിറ്റി കൂടിയപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരും, നിങ്ങൾ ഇവിടുന്ന് പോകണം, അതിലുപരി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അന്ന് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ. അമ്മച്ചി, ഈ തവണ വോട്ട് ചോദിച്ചു വരുന്നവരോട് എന്താ പരാതി പറയണം? പറയാനുള്ളതല്ല അവരുടെ അടുത്ത് പറഞ്ഞോളാം. ഞങ്ങളുടെ അത് പറയത്തില്ല. ഈ കാണുന്നതൊക്കെ അമ്മച്ചിയുടെ വീട് ഏതാ? എന്റെ വീടാതുകൊണ്ട് ആകെ തകർന്നൊന്നും ഇല്ലാതെ കിടക്കുന്നത്. ബാൻഡേഡ് ഒട്ടിച്ചിട്ട് നിൽക്കും. എന്നിട്ട് അവർ ചോദിക്കുന്നതിന് മറുപടി എന്താ അറിയാം? തല വെച്ചിങ്ങനെ ആട്ടത്തേ ഉള്ളൂ. കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളത് കാണിച്ച പറയാ UDF ഉള്ളതാണ് വോട്ട്, ഇനി അവർക്ക് കൊടുക്കും. അല്ല, ആർക്കാണെങ്കിലും ഈ കാര്യങ്ങൾ ശരിയാകണ്ടേ? അണ്ണാ നമ്മളെ ബുദ്ധിമുട്ട് അണ്ണാ നമ്മളറിയാം, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ തിരിച്ചറിഞ്ഞൂടായിരുന്നു. എന്താ മച്ചി, ഇവിടെ ഇതിനു മുമ്പ് ഇതുപോലെ വെള്ളപ്പൊക്കവും അതും ഇതൊക്കെ വന്ന സമയത്ത് പാർട്ടി അടിസ്ഥാനത്തിൽ ഇവിടെ ആ ജാതി വേറെ ആക്കിയൊക്കെ സാധനങ്ങൾ വേറെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കങ്ങ് ആരും 1 മണി അരി തന്നെന്നോ 10 രൂപ തന്നെന്നോ ഞങ്ങളുടെ മുഖത്തൊക്കെ പറയത്തില്ല. അത് പറഞ്ഞാൽ അവർ അന്നേരം വിവരം അറിയും. സുജയ, ഇപ്പോൾ മറ്റൊരു ദൃശ്യം കൂടെ കാണാം. ഈ രാത്രിയാകുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തറ ഉണ്ടാക്കുകയാണ്, ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവർ. ഇവിടെയാണ് ഇന്ന് രാത്രി ഈ കുടുംബം താമസിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളാണ് അവർ ഓർക്കുന്നത്. അതായത് കടൽ തകർത്ത വീടിൻ്റെ കല്ലുകൾ എടുത്തിട്ട് നിലം ശരിയാക്കുകയാണ്. അതിൻ്റെ മേലെ ഇനി ഷീറ്റ് വിരിച്ചുകൊണ്ടായിരിക്കും ഇവർ ഇനിയുള്ള ദിവസങ്ങൾ ഇവർക്ക് കഴിയുക. കാരണം ഇവരുടെ വീടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഈ വലിയ ഒരു ദുഃഖകരമായ കാഴ്ച. ഈ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ ആരും തന്നെ എത്തി നോക്കിയിട്ടില്ല എന്നുള്ള മറ്റൊരു സത്യം കൂടെ ഈ നാട്ടുകാർ പറയുന്നുണ്ട്. വോട്ട് ചോദിച്ചു വരുന്നവരുടെ അടുത്ത് ഒരുപാട് പരാതികൾ പറയാനുണ്ട് എന്ന് തന്നെയാണ് ഈ മുണ്ടക്കൽ രേവതി നഗറിലെ ആളുകൾ പറയുന്നത്, തിരുവാതിര നഗറിലെ ആളുകൾ പറയുന്നത്. സുജിയ.